ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അന്ധകാരനഴി ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അന്ധകാരനഴി ബീച്ച്, അഴിക്കൽ ബീച്ച് എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ബീച്ച്. പക്ഷേ എപ്പോഴൊന്നും നമുക്ക് പോകാൻ സാധിക്കാറില്ല കേട്ടോ, തൊട്ടടുത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് 2 മക്കളാണ് കേട്ടോ ഉള്ളത്, 2 ആൺകുട്ടികൾ, ഇഷാനും ഇയാനും. ഇഷാനിപ്പോൾ ജൂലൈയിൽ 9 വയസ്സാകും, ഇയാന് 9 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇയാന് ഒരു 6 മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് ബീച്ചിൽ പോയത്. അതിനുശേഷം ഇപ്പോൾ 9 മാസമായി അവന്. ഇതുവരെ ഞങ്ങൾ പിന്നെ പോയിട്ടില്ല. ഇഷാന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് എന്ന് പറഞ്ഞാൽ. അവിടെ കളിക്കാനും അവിടെ ചെന്ന് ഐസ്ക്രീം വാങ്ങി തിന്നലും അങ്ങനെ പല പല ഇഷ്ടങ്ങളാണ് ആൾക്ക്. പക്ഷേ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല കേട്ടോ. തൊട്ടടുത്ത് ഒരു 5 മിനിറ്റ് ദൂരമുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക്. എന്നാലും ഇതുവരെ സാധിച്ചില്ല. അപ്പോൾ ഇന്നവൻ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ സർപ്രൈസായിട്ട് പോവാം ബീച്ചിലേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ, ഭയങ്കര സന്തോഷമായി. പക്ഷെ നമ്മൾ ബീച്ച് ചെന്നപ്പോഴത്തേക്കും അവിടെ ബീച്ച് ഏരിയ കുറച്ച് കുറവായിരുന്നു. എന്തോ വെള്ളം കയറിയിട്ട് അങ്ങനെ നമുക്ക് നിൽക്കാനുള്ള സ്പേസ് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഇവിടെ കരിങ്കല്ലൊക്കെ കെട്ടിയിട്ടിട്ട് അങ്ങനെ ഭയങ്കര വെള്ളമായിരുന്നു. എന്നാലും ഇഷാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കടൽ കണ്ടാൽ മതി ആൾക്കൊന്ന് എന്നുള്ള ഒരു മൂഡിലായിരുന്നു ആളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ആളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബീച്ചിൽ സൺഡേ ഒക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒത്തിരി ആളുകൾ വരുന്ന, ദൂര സ്ഥലത്തു നിന്നൊക്കെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ സൺഡേ ഞങ്ങൾ അടുത്ത ബേക്കറി വരെ പോയപ്പോൾ നിറച്ച് വണ്ടികളായിരുന്നു കേട്ടോ ബീച്ചിൻ്റെ അടുത്ത്. പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്, ഒത്തിരി വണ്ടികളുള്ളതുകൊണ്ട്. അങ്ങനെ കുറച്ചങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. ഒരപ്പൂപ്പൻ അവിടെ വല വലിക്കുകയാണ് കേട്ടോ. ഞങ്ങളത് സൂം ചെയ്ത് എടുത്തതാണ്. നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പൂപ്പന്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പൂപ്പന് മീനെ വല്ലതും കിട്ടിയോ എന്ന്. കുറച്ച് നേരം നോക്കിയിട്ട് അപ്പൂപ്പൻ ഇങ്ങനെ വല കുടയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മീൻ കിട്ടിയോ ആവോ അപ്പൂപ്പന്. പണ്ടൊക്കെ നമ്മൾ ബീച്ചിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും ഏതെങ്കിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമായിരുന്നു. കുറേ നേരം അവിടെ നിന്നു, കുറേ സെൽഫിയൊക്കെ എടുത്തു. ഇഷാൻ എത്ര കളിച്ചിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവൻ കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെച്ച ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. എന്നിട്ടൊരു നമ്പർ ഇടും, കടലമ്മ കള്ളി എന്ന് ഉള്ളത് തിര വന്ന് മാച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വരുള്ളൂ എന്ന്. എന്നിട്ട് അറ്റത്ത് കൊണ്ട് എഴുതി വെക്കും. അപ്പോൾ പിന്നെ മായത്തില്ലല്ലോ. നമ്മുടെ ബീച്ച് കുറച്ച് ഡേഞ്ചർ ബീച്ചാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ മരിച്ചിട്ടൊക്കെ ഉണ്ട്. പോലീസുകാരും അങ്ങനെ ഒത്തിരി ഫോഴ്സൊക്കെ ഉണ്ട് അവിടെ ആളുകളൊക്കെ നിയന്ത്രിക്കാനായിട്ട്. ചില ആളുകളൊന്നും എത്ര പറഞ്ഞാലും അനുസരിക്കാതെ ഇങ്ങനെ നടുക്കിലേക്ക് പോകും. ഭയങ്കര അപകടമുള്ള ബീച്ചാണ്. തിര വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര തിരയായിരിക്കും. അങ്ങനെ കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട് ഇവിടെ. ഇഷാൻ പിന്നെയും ഓരോ ഗ്യാപ്പിന് അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് പേടിയാണ്. അധികം ദൂരേക്കൊന്നും ആൾ പോവില്ല കേട്ടോ. തിര വന്നു കഴിയുമ്പോഴത്തേക്കും ഓടി പുറകിലേക്ക് വരും. ഞങ്ങളങ്ങനെ അതൊക്കെ നോക്കി ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളെയും കൊണ്ട് വന്നവരൊക്കെ. കുറേ നേരം അവിടെ അതൊക്കെ നോക്കിയിരുന്നു. ഈശാനെ വിളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത ആശാൻ അങ്ങനെ സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പിന്നെ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. കുറേ നാൾ കൂടി വരുന്നതല്ലേ, കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ബോട്ടൊക്കെ പൊടിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ പകുതി പീസൊക്കെ ഉണ്ടുള്ളൂ. അതിങ്ങനെ തിരയടിച്ചിട്ട് അതിൻ്റെ ഓരോ കഷ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ് കിടപ്പുണ്ടായിരുന്നു. ശനോട് ഞങ്ങൾ പറയായിരുന്നു അതിൻ്റെ അടുത്ത് നിൽക്കല്ലേ, അത് കാലിക്കൊണ്ട വേദന എടുക്കുമെന്ന്. നമ്മുടെ അടുത്തുള്ളൊരു തട്ടുകടയാണ് കേട്ടോ അത്. തൊട്ടടുത്ത് തന്നെ ചേച്ചിമാർ നടത്തുന്നൊരു തട്ടുകടയാണ്. അവിടെ ദോശ, പൊറോട്ട അങ്ങനെ ഒത്തിരി ഐറ്റംസ് കിട്ടും കേട്ടോ. നല്ല ചൂടായിട്ടുള്ള ബജ്ജിയൊക്കെ കിട്ടും. ഞങ്ങളിപ്പോൾ ബജ്ജി കഴിക്കാമെന്ന് വിചാരിച്ച് പോയിരിക്കുകയാണ് കേട്ടോ. കോളിഫ്ലവർ ബജ്ജിയൊക്കെ കിട്ടും നല്ല ചൂടായിട്ട്. ഇഷാൻ അങ്ങനെ കോളിഫ്ലവർ ബജ്ജി ആയിട്ട് വരുന്നുണ്ട്. കഴിച്ചോളൂ അമ്മേ എന്നാണ് പറയുന്നത്. ഒരു പീസ് താഴത്ത് പോയിട്ട് അത് അവിടെ അടുത്ത് കാക്കയ്ക്ക് കൊടുത്തു. എന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇഷാൻ കാലെവിടെ നിന്നോ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കാലിൽ 2 വാര ഉണ്ടായിരുന്നു. അവിടെ ഒരു കമ്പിയിൽ തൂങ്ങിച്ചാടിയിട്ട് അങ്ങനെ മുറിഞ്ഞതാണ് കേട്ടോ. തൊട്ടപ്പുറത്തൊക്കെ നമുക്ക് വേറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഫുഡ് ഐറ്റംസും ഐസ്ക്രീംസൊക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. ഒത്തിരി ബേക്കറീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഐസ്ക്രീംസും ഷേക്കും ഒക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ട്. ഈ ബേക്കറി MMJ എന്ന് പറഞ്ഞ ബേക്കറിയിൽ നമ്മൾ സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്നതാണ് കേട്ടോ. ഇവിടം വരെ വരുമെങ്കിലും
ഓപ്പോസിറ്റുള്ള ബീച്ചിലേക്ക് പോകാറില്ല കേട്ടോ. ശരിക്കും എനിക്കിടെ സമയം കിട്ടാറില്ല. ഇടയിൽ എൻ്റെ ഇടയ്ക്ക് ഒരു ഷോപ്പിൽ കയറിയേക്കാണ് കേട്ടോ. ഒരു എക്സ്റ്റൻഷൻ കേബിൾ വാങ്ങാൻ കയറിയതാണ്. നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ കണ്ടോ, ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. തിരിച്ചങ്ങനെ പോകണ ഈശ മനസ്സോടുകൂടെ ഉണ്ടോ വരുന്നത്. തിരിച്ച് പോയിട്ട് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ആൾക്ക് ചെറിയൊരു വയറുവേദനയുണ്ട്, കാല് പൊട്ടി, അങ്ങനെ ആകെ മൂടോട്ടായിരുന്നു കേട്ടോ. ട്യൂഷന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. എനിക്ക് വയ്യാന്ന്. വഴിയിൽ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ. നമ്മളെപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മുടെ ചെറിയ നാട്ടുവഴി ആയതുകൊണ്ട് എപ്പോഴും ആരെങ്കിലൊക്കെ ആയിട്ട് കാണും, വർത്തമാനം പറയും, അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.